അതെ, പറയൂ. ഞാൻ ആനിയമ്മ പറഞ്ഞിട്ടാ വിളിക്കുന്നത്. മാഡത്തിന് മനസ്സിലായോ? മനസ്സിലായി. ഒരു മിനിറ്റ്, സ്റ്റോപ്പ് ദി കാർ പ്ലീസ്. ഹലോ, പറയൂ. എന്തൊക്കെയാ വിശേഷങ്ങൾ? ആന്റി എവിടെ? സുഖം തന്നെയല്ലേ ആന്റിക്ക്? അതെ. ആന്റിയോടൊന്ന് സംസാരിച്ചിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി. ഞാൻ കരുതിയത് ആന്റി എന്നെ മറന്നു കാണൂന്നാ. കോളേജിൽ പഠിക്കുമ്പോ എല്ലാ വർഷവും വേനലവധിക്ക് ഞാൻ ആന്റിയുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. എന്ത് രസായിരുന്നറിയോ? അല്ല, ആന്റി എവിടെ? ഫോൺ ആന്റിയുടെ കൈ കൊടുത്തേ. അത് ആനിയമ്മ. എന്താ? ആനിയമ്മയ്ക്ക് സുഖമില്ല. എന്തു പറ്റി? കിടക്കുവാ. എന്താ അസുഖം? ഞാനിവിടുത്തെ ഹോം നേഴ്സാ. ഞാനിവിടെ ജോലിക്ക് ചേർന്നത് മുതൽ ആനിയമ്മ കിടപ്പില്ല. ഇന്ന് ഈ നമ്പർ തന്നിട്ട് മാഡത്തെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയാൻ പറഞ്ഞു. ആന്റി ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എത്രയും വേഗം ഇങ്ങോട്ട് വരണമെന്നാ പറഞ്ഞത്. ഷോ, എത്രയും പെട്ടെന്ന് എത്താം. ശരി. ആരായിരുന്നു ഫോണില്? അത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ. ഫ്രണ്ട് എന്ന് പറയുമ്പോ ആണോ പെണ്ണോ? ദേ, ചുറ്റിക്കളിയും ശൃംഗാരമൊന്നും ഈ വീട്ടിൽ പറ്റത്തില്ല. അതൊക്കെ ഈ വീടിന് പുറത്തിറങ്ങിയിട്ട് മനസ്സിലായോ? നിന്നെയൊക്കെ ഒരു വീട്ടിൽ എങ്ങനെയാണ് ഈ വിശ്വസിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നത്? എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനങ്ങനെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവളൊന്നുമല്ല. ഓ പിന്നെ, നീ വലിയ പുണ്യവതിയല്ലേ, വിശുദ്ധ. നിങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ ആരും അറിയില്ലെന്ന് വിചാരിക്കണ്ട. എല്ലാം ഉടനെ പുറത്തറിയും. അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മരിയല്ലേ? അതെ. എന്നെ മനസ്സിലായില്ല അല്ലേ? ഇല്ല, ഞാൻ സ്നേഹയാണ്. അയ്യോ മാഡം, എനിക്ക് മനസ്സിലായില്ല. വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന്. ആന്റിക്ക് ഒരു ആവശ്യം വന്നിട്ട് എന്നെ കാണണമെന്ന് പറയുമ്പോ ഞാനായിട്ടൊരു ഡിലേ വരുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ തന്നെ ഇങ്ങ് പോന്നു. എവിടെയാ ആന്റി? അകത്ത് മുറിയില്ല. കിടപ്പാണോ? അതെ.